ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 196 തുടർച്ച. സാബത്ത് ഗെത്സമനിയിൽ. ഒലിവ് വൃക്ഷങ്ങളുടെ തണലിൽ അവർ നിലത്ത് വട്ടത്തിലിരിക്കുകയാണ്. ജാബസ് മധ്യത്തിലുണ്ട്. സ്വർഗീയമായ ഒരു കഥ കേൾക്കുന്നത് പോലെ അവൻ ഈശോയെ തന്നെ നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവാലയത്തിലേക്ക് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൾ തന്റെ സ്നേഹിതനും അനേകം ആളുകൾക്കും ചാരിത്രത്തെക്കുറിച്ച് നൽകിയ ഒരു പാഠത്തെക്കുറിച്ച് ഞാൻ പറയാം. സാറായുടെ ബന്ധുവായ ഒരു പെൺകുട്ടിയുടെ വിവാഹ ദിവസം. യോവാക്കിമും അന്നയും ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കുഞ്ഞു മേരിയും അവരുടെ കൂടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയി. മറ്റു ബാലികമാരുടെ കൂടെ വധുവിന്റെ വഴിയിൽ പുഷ്പദളങ്ങൾ വിതറുവാൻ മേരിയെയും നിയോഗിച്ചു. അവർ പറയുന്നത് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവളെന്ന്. വധുവിന്റെ വരവേൽപ്പ് കഴിഞ്ഞപ്പോൾ മേരിയെ തഴുകുവാൻ ആളുകൾ മത്സരമായി. മേരിയെ എല്ലാ ദിവസവും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൾ വീട്ടിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിനടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇപ്പോഴും അവൾ അതിനെ വിളിക്കുന്നത് അവളുടെ വിവാഹ മണ്ഡപം എന്നാണ്. അതിനാൽ അവളെ വെളിയിൽ കണ്ടപ്പോൾ സുന്ദരമായ മുടി, റോസാപ്പൂ പോലുള്ള കാന്തി, കാരുണ്യമുള്ള മുഖഭാവം, എല്ലാവർക്കും അവളെ ആലിംഗനം ചെയ്യണം. അവർ അവളെ വിളിച്ചിരുന്നത് നസ്രസിന്റെ പുഷ്പം എന്നും ഗലീലിയായുടെ മുത്ത് എന്നും ദൈവത്തിന്റെ സമാധാനം എന്നുമാണ്. കാരണം അവൾ ജനിച്ചയുടനെ ഒരു വലിയ മഴവില്ല് കാണപ്പെട്ടു. യഥാർത്ഥത്തിൽ അവൾ ഇതെല്ലാമായിരുന്നു, ഇവയേക്കാൾ കൂടുതലുമായിരുന്നു. അവൾ സ്വർഗത്തിന്റെയും സൃഷ്ടിജാലങ്ങളെല്ലാറ്റിന്റെയും പുഷ്പമാണ്. പറുദീസായിലെ മുത്ത്, ദൈവത്തിന്റെ സമാധാനം. അതെ, ദൈവത്തിന്റെ സമാധാനം. ഞാൻ സമാധാനമാണ്. കാരണം ഞാൻ അനന്ത സമാധാനമായ പിതാവിന്റെ പുത്രനും മാധുര്യം നിറഞ്ഞ സമാധാനമായ മേരിയുടെ പുത്രനുമാകുന്നു. അന്ന്, ആ വിവാഹ ദിവസം, എല്ലാവരും അവളെ എടുത്ത് മടിയിലിരുത്താനും ചുംബിക്കാനും ആഗ്രഹിച്ചു. എന്നാൽ അവളെ തൊടുന്നതും ചുംബിക്കുന്നതും അവൾക്കിഷ്ടമായിരുന്നില്ല. അവൾ കാരുണ്യത്തോടെ എന്നാൽ ഗൗരവത്തോടെ പറഞ്ഞു, "എന്നെ ആരും ചുളുക്കല്ലേ" എന്ന്. അവരെല്ലാം ഓർത്തു, അവളുടെ നല്ല ഉടുപ്പ് ചുളുക്കല്ലേ എന്നാണ് അവൾ പറഞ്ഞതെന്ന്. കഴുത്തിനും കൈത്തണ്ടിനും ഇടയ്ക്ക് നീലക്കെട്ടുള്ള വെണ്മയേറിയ ഒരുടുപ്പാണ് അവൾ ധരിച്ചിരുന്നത്. നീലപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മുടി കൊണ്ടാണ് അവളുടെ തലമുടി അന്ന് ഒതുക്കി വച്ചിരുന്നത്. അവരെല്ലാം പറഞ്ഞു, ഉടുപ്പോ മുടിയോ ഒന്നും അവർ ചുളുക്കുകയില്ലെന്ന്. എന്നാൽ 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു സ്ത്രീ മുതിർന്ന ആളുകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സംശയം കൂടാതെ ഗൗരവമായി പറഞ്ഞു, "നേരെയാക്കി ശരിപ്പെടുത്താവുന്ന ചുളുക്കുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്റെ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ദൈവത്തിൻ്റെതാണ്. അതിനെ ദൈവമല്ലാതെ യാതൊരുത്തരും തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല." എന്നാൽ അവർ പറഞ്ഞു, "ഞങ്ങൾ നിന്റെ ആത്മാവിനെ ചുംബിക്കുന്നില്ല, നിന്നെയാണ് ചുംബിക്കുന്നത്." അവളുടെ മറുപടി, "എന്റെ ശരീരം എന്റെ ആത്മാവിന്റെ വസതിയാണ്. അരൂപിയാണ് അതിലെ പുരോഹിതൻ. പുരോഹിതർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. ദയവായി ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കരുതേ." അൽഫേയൂസിന് അന്ന് ഏതാണ്ട് 8 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവന് മേരിയെ വലിയ ഇഷ്ടമായിരുന്നു. മേരിയുടെ മറുപടി അവന് വളരെ ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം വീട്ടിലെ ഗുഹയുടെ സമീപെ മേരിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, "മേരി, നീ വളർന്നു വലുതായി കഴിയുമ്പോൾ എന്നെ വിവാഹം ചെയ്യാമോ?" തലേ ദിവസത്തെ കല്യാണ വിരുന്നിന്റെ ആഹ്ലാദത്തിലായിരുന്നു അപ്പോഴും അവൻ. മേരി മറുപടി പറഞ്ഞു, "എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഒരു മനുഷ്യനായിട്ടല്ല ഞാൻ നിന്നെ കാണുന്നത്. ഞാൻ ഒരു രഹസ്യം പറയാം. ജീവിച്ചിരിക്കുന്ന ഒരാളെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു, എന്റെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനായ ദൈവത്തിന് മാത്രമേ എന്നെ തന്നെ കൊടുക്കാൻ കഴിയൂ. ഇതാണ് ഒരു സംഭവം." യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ, എത്ര ആഴമുള്ള വാക്ക്! ബർത്തലോമിയോ വിസ്മയഭരിതനായി പറയുന്നു.
ഈശോ എളിമയോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, അവൾ ജ്ഞാനത്തിന്റെ അമ്മയായിരുന്നു. അതെയോ, പക്ഷേ അവൾക്ക് 3 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, 3 വയസ്സ് മാത്രം. എന്നാൽ അപ്പോളേ ഞാൻ അവളിലുണ്ടായിരുന്നു. ദൈവം അവളിലുണ്ടായിരുന്നു. പരിപൂർണ ഏകത്വത്തിലും ത്രിത്വത്തിലും. അവൾ ഉത്ഭവിച്ച നിമിഷം മുതൽ അങ്ങനെയായിരുന്നു. പാപിയായ ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുന്നത് ക്ഷമിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയാണ് അവൾ എന്ന് യോവാക്കിമും അന്നയും അറിഞ്ഞിരുന്നോ? കറിയോത്തുകാരൻ യൂദാസ് ചോദിക്കുന്നു. ഇല്ല, അവർക്കറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ മുൻകൂട്ടി രക്ഷിക്കപ്പെട്ടവളാണെന്ന് യോവാക്കിം എങ്ങനെ പറയും? പാപത്തിൽ നിന്നുള്ള ഒഴിവാക്കൽ എന്നല്ലേ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതൊരു പ്രത്യേക വരമല്ലായിരുന്നോ? ആയിരുന്നു. എന്നാൽ യോവാക്കിം ദൈവാരൂപിയാൽ പ്രേരിതനായി പ്രവാചകന്മാരെല്ലാവരെയും പോലെ സംസാരിക്കുകയായിരുന്നു. അവന്റെ അധരങ്ങൾ വഴി അരൂപി സംസാരിച്ച ഉദാത്തമായ സ്വഭാവാതീത സത്യങ്ങൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരുന്നില്ല. യോവാക്കിം നീതിമാനായിരുന്നു. അവളുടെ പിതൃത്വം അർഹിക്കുന്ന നീതിമാനായിരുന്നു. അവൻ എളിയവനുമായിരുന്നു. അഹങ്കാരമുള്ളിടത്ത് ഒരിക്കലും നീതി ഉണ്ടായിരിക്കയില്ല. അവൻ നീതിമാനും എളിയവനുമായിരുന്നു. പൈതൃകമായ സ്നേഹത്താൽ മകളെ സമാധാനപ്പെടുത്തി ദൈവത്തിന്റെ പേടകത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ ഒരു പുരോഹിതന്റെ ജ്ഞാനത്തോടെ അദ്ദേഹം തന്റെ മകളെ പഠിപ്പിച്ചു. പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ മകളെ കളങ്കരഹിതയായവൾ എന്ന മധുരമായ പേരോടുകൂടെ ദൈവത്തിനർപ്പിച്ചു. ഇനി ഒരു ദിവസം വരും, അന്ന് മുടി നരച്ചിട്ടുള്ള ഒരു മഹാപുരോഹിതൻ ലോകം മുഴുവനോടും പ്രഖ്യാപിക്കും, അവൾ അമലോത്ഭവയാകുന്നു എന്ന്. വിശ്വാസികളുടെ ലോകത്തിന് എതിർത്ത് പറയാൻ പാടില്ലാത്ത ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപനം ചെയ്യും. ശീശ്മകളും തിന്മകളും കൊണ്ട് മേഘാവൃതമായി ആ മൂടലിൽ കൂടുതൽ കൂടുതൽ താണുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അവൾ കൂടുതലായി വെളിപ്പെടുത്തപ്പെടും. സർവ സൃഷ്ടികളുടെയും ദൈവത്തിന്റെയും റാണിയായി, നക്ഷത്രങ്ങൾ മുടിയായി അണിഞ്ഞിരിക്കുന്ന, ചന്ദ്രികയെ ഉടയാടയാക്കിയിരിക്കുന്ന, അവയേക്കാൾ പരിശുദ്ധിയായി പ്രശോഭിക്കുന്ന അവൾ മിന്നിത്തിളങ്ങും. കാരണം രാജാവായ ദൈവത്തിന് തന്റെ രാജ്യത്തിൽ വാഴുന്ന മേരിയുണ്ട്. അപ്പോൾ യോവാക്കിം ഒരു പ്രവാചകനാണല്ലോ. അദ്ദേഹം നീതിമാനായ മനുഷ്യനായിരുന്നു. ദൈവം തന്റെ ആത്മാവിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ആത്മാവിൽ അരുളിച്ചെയ്തത് ഒരു പ്രതിധ്വനി എന്ന പോലെ യോവാക്കിം ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്റെ കർത്താവേ, ഈ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ എപ്പോഴാണ് പോകുന്നത്? ആവേശത്തോടെ ജാബസ് ചോദിക്കുന്നു. ഇന്ന് സന്ധ്യയ്ക്ക്. അവളെ കാണുമ്പോൾ നീ അവളോട് എന്താണ് പറയാൻ പോകുന്നത്? രക്ഷകന്റെ അമ്മേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മതിയോ? വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ അവനെ തലോടുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടോ? ഫിലിപ്പ് ചോദിക്കുന്നു. ബെഥനിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം. നീ ഇവിടെ ഇരുന്നാൽ മതി. നല്ല കുട്ടിയായിരിക്കണം. ആയിരിക്കുമല്ലോ. എന്റെ കർത്താവേ, ഞാൻ നല്ല കുട്ടിയായിരുന്നുകൊള്ളാം. ഒലീവ് തോട്ടത്തിന്റെ മേൽനോട്ടക്കാരൻ യോനായുടെ ഭാര്യ ശബ്ദമൊന്നും കേൾപ്പിക്കാതെ അടുത്തു വന്ന് പറയുന്നു. അവനെ കൂടെ എന്താണ് കൊണ്ടുപോകാത്തത്? അവന് വരാൻ എന്തുമാത്രം ആഗ്രഹമുണ്ട്. ഈശോ ഉത്തരമൊന്നും പറയാതെ അവളെ തറപ്പിച്ചു നോക്കുക മാത്രം ചെയ്യുന്നു. സ്ത്രീക്ക് കാര്യം മനസ്സിലാകുന്നു. ഞാൻ നോക്കട്ടെ, മാർക്കിന്റെ ഒരു ചെറിയ പുറങ്കുപ്പായം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് തപ്പിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടുന്നു. ജാബസ് ജോണിന്റെ ഉടുപ്പിന്റെ കയ്യിൽ ഒന്ന് വലിച്ച് ചോദിക്കുന്നു. റബ്ബിമാർ എന്നോട് ദേഷ്യപ്പെടുമോ? ഓ ഇല്ല, നീ പേടിക്കുകയൊന്നും വേണ്ട. എന്തായാലും അത് ഇന്നല്ല. കുറെ ദിവസം ഗുരുവിന്റെ അമ്മയുടെ കൂടെ താമസിച്ചു കഴിയുമ്പോൾ നീ ഒരു നിയമപണ്ഡിതനേക്കാൾ അറിവുള്ളവനായി തീരും. ഇങ്ങനെ ജോൺ അവനെ ആശ്വസിപ്പിക്കുന്നു. മറ്റുള്ളവരെല്ലാം ഇത് കേട്ടും ജാബസിന്റെ പേടിയും ഉത്കണ്ഠയും കണ്ടും പുഞ്ചിരി തൂകുന്നു. അവന്റെ പിതാവായിട്ട് ആരായിരിക്കും അവനെ അവരുടെ പക്കൽ കൊണ്ടുചെല്ലുന്നത്? തോമസ് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ തന്നെ കൊണ്ടുപോകും. ഗുരു തന്നെ അവനെ കൊണ്ട് ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, പത്രോസ് പറയുന്നു.
ഇല്ല സൈമൺ, അവനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. ആ ബഹുമതി നിനക്ക് ഞാൻ വിട്ടുതരുന്നു. ഗുരുവേ, നന്ദി. എന്നാൽ നീയും വരികയില്ലേ? തീർച്ചയായും ഞങ്ങളെല്ലാവരും വരും. അവൻ നമ്മുടെ പയ്യനല്ലേ? കടും വയലറ്റ് നിറമുള്ള ഒരു മേലങ്കിയുമായി യോനായുടെ ഭാര്യ മേരി തിരിച്ചു വരുന്നു. ഹോ, എന്തൊരു നിറം! അവൾ സ്വയം പറയുന്നു. മാർക്കിന് ഈ നിറം ഇഷ്ടമില്ലായിരുന്നു. അതിനാൽ അത് ധരിക്കുന്നതിന് മടിയായിരുന്നു. ഒട്ടും അത്ഭുതത്തിന് കാര്യമില്ല. എത്ര കെട്ട നിറം! പാവം ജാബസ്. അവന്റെ ഒലിവ് നിറത്തിന്റെ കൂടെ വല്ലാത്ത വയലറ്റ് ചേർന്നപ്പോൾ എത്ര വികൃതം! എന്നാൽ അവന് സ്വയം കാണാൻ കഴിയുന്നില്ലല്ലോ. അതിനാൽ മുതിർന്നവർ ചെയ്യുന്നത് പോലെ മേലങ്കി ധരിച്ചു പോകാമല്ലോ എന്ന് കണ്ടതിനാൽ ജാബസിന് സന്തോഷം. ഭക്ഷണം തയ്യാറായിട്ടുണ്ട് ഗുരുവേ. ആടിനെ വേവിച്ച് കമ്പിയിൽ നിന്ന് മാറ്റി പാത്രത്തിലാക്കി. എന്നാൽ നമുക്ക് പോകാം. ഭക്ഷണത്തിനായി ഒരു വലിയ അടുക്കളയിലേക്ക് എല്ലാവരും പോകുന്നു.